വീണ്ടും വീണ്ടും ഈ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടവരാണ് മലയാളികൾ. എല്ലാവരും രഞ്ജിത്തിൻ്റെ പ്രണയത്തെ അങ്ങ് വാഴ്ത്തി പാടുന്നുണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവം എന്ന് നിങ്ങൾക്കറിയോ? നടി പ്രിയ രാമനും രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമനുണ്ണി, സൈമൺ നാടാർ അറിയാലോ. 1990 രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചു. വളരെ സന്തോഷകരമായ കുടുംബജീവിതം. ആ ജീവിതത്തിൽ അവർക്ക് 2 മക്കളുണ്ട്, ആദിത്യ ആൻഡ് ആകാശ്. ഇവരുടെ കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രഞ്ജിത്ത്, അതായത് നമ്മുടെ രാമനുണ്ണിക്ക് ഒരു പ്രണയമുണ്ടാകുന്നത്. പ്രണയം മറ്റാരോടുമല്ല, നമ്മുടെ പഴയ നടി KR വിജയയുടെ അനിയത്തിയുടെ മകളായ രാഗസുധയോടാണ്. ഈ പ്രശ്നത്തോടു കൂടി ഇവർ വേർപിരിയും. ഈ രാഗസുധയെ കല്യാണം കഴിക്കുകയും ചെയ്തു. KR വിജയൊക്കെ ഈ ഫോട്ടോയിൽ നിൽക്കുന്ന കാണാം. അങ്ങനെ ഈ വിവാഹബന്ധം 1 വർഷത്തോളം മുന്നോട്ട് പോയുള്ളൂ. അതിനുശേഷം ഈ വിവാഹബന്ധം വേർപിരിഞ്ഞു. പിന്നീട് രഞ്ജിത്തിന് പല വിവാഹബന്ധങ്ങളും ഉണ്ടായി. പക്ഷേ പ്രിയാരാമൻ തൻ്റെ മക്കളോടൊപ്പം ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു അത്രയും കാലം. അതിനുശേഷമാണ് കൊറോണ വന്നത്. ഈ കൊറോണയുടെ സമയത്ത് രോഗബാധിതനായ രഞ്ജിത്തിനെ പ്രിയാരാമൻ വീണ്ടും ഒപ്പം കൂട്ടുകയായിരുന്നു. അതായത് ഇപ്പോൾ ഒപ്പം കൂട്ടിയിട്ട് 3 വർഷത്തോളമായി. അതിനുശേഷമാണ് പ്രിയയുടെ ഒപ്പമുള്ളപ്പോഴാണ് രഞ്ജിത്ത് ബിഗ് ബോസിൽ പോകുന്നത്. 2014 വേർപിരിഞ്ഞ ഇവർ 7 വർഷത്തോളം പിരിഞ്ഞ് താമസിച്ചിരുന്നു. ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് ഒന്നിച്ചുണ്ട്. പ്രിയയോടൊപ്പമായിരുന്ന സമയത്ത് ബിഗ് ബോസിൽ പോയി അവിടെ നിന്ന് 75 ദിവസം പൂർത്തിയാക്കി തിരിച്ചിറങ്ങുമ്പോൾ തന്നെ കൂട്ടാനായി വന്ന പ്രിയയെ അത്രയും ദിവസം കഴിഞ്ഞ് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് അയാളുടെ മുഖത്തുള്ളത്. എല്ലാവരും ഈ പ്രണയം റിപ്പീറ്റ് അടിച്ച് കണ്ടെങ്കിലും ഇതിലെ യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് പ്രിയാരാമൻ്റേതാണ്. തന്നെ മക്കളെ ഉപേക്ഷിച്ചു പോയി വേറെ കല്യാണം കഴിച്ച് ജീവിച്ചു. അതിനുശേഷം രോഗബാധിതനായി ആരുമില്ലാതിരുന്നപ്പോൾ പ്രിയാരാമൻ തൻ്റെ മക്കളുടെയും തൻ്റെയും ജീവിതത്തിലേക്ക് രഞ്ജിത്തിനെ വീണ്ടും ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടാമത് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുകയാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് പ്രിയയുടെ തന്നെയാണ്. കാരണം തന്നെ മക്കളെ ഉപേക്ഷിച്ച് പോയിട്ടും മറ്റൊരു വിവാഹം കഴിച്ചിട്ടും തന്നെ ബന്ധം വേർപിരിഞ്ഞു പോയിട്ടും വീണ്ടും അവരവനെ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന, നിങ്ങൾ മാത്രമാണ് ലോകമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ളയാളെ ഒരിക്കലും വേദനിപ്പിക്കരുത്, ഒരിക്കലും ചതിക്കരുത്. അവർ മാത്രമേ നിങ്ങൾക്കുണ്ടാവുള്ളൂ. കാരണം അവരുടെ സ്നേഹം യാഥാർത്ഥ്യമാണ്. ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.